SSLC പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ചിരുന്നില്ല. വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന പരീക്ഷാ ഫലവും അതിൻ്റെ തീയതി വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായി സോഷ്യൽ മീഡിയ അതുപോലെ ഉള്ള ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഭയപ്പാടുണ്ടാകുന്ന രൂപത്തിലുള്ള ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും മന്ത്രിയായിട്ടൊക്കെ തന്നെ ബന്ധപ്പെടുകയാണ്. ചിലവർ മെമ്മോറണ്ടം തന്നെ കൊണ്ടുവരികയാണ്. അപ്പം അവരുടെ ആശങ്ക എന്ന് വെച്ചാൽ പരീക്ഷ എഴുതാൻ പ്രയാസമായിരിക്കുമോ എന്നുള്ള ആശങ്കയാണ്. നമുക്കത് ആ പ്രയാസമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കഴിഞ്ഞ വർഷം SSLC പരീക്ഷ എങ്ങനെയാണോ നടത്തിയത് അതേ രീതിയിൽ ആയിരിക്കും ഈ പ്രാവശ്യത്തെ SSLC പരീക്ഷ നടക്കുന്നത്. ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്ന വാർത്ത കണ്ടുകൊണ്ട് കുട്ടികളും രക്ഷകർത്താക്കളും ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതി ഫലപ്രഖ്യാപനം നടത്തി പ്ലസ് വൺ ക്ലാസ്സിലത്തേക്ക് 100% കുട്ടികളെയും പ്രവേശനം കൊടുത്തതുപോലെയുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് SSLC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കോ രക്ഷകർത്താക്കൾക്കോ ഇതിലൊരു ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ചില അധ്യാപകരും ചില തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ട്യൂഷൻ എടുക്കുന്ന സ്ഥാപനങ്ങളിലെ അധ്യാപകരും കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രചരണം നടത്തുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ കുട്ടികളെ ഭയപ്പെടുന്ന രൂപത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് ഇത്തരം മാധ്യമങ്ങൾ ഒഴിവാവണമെന്നുള്ള അഭ്യർത്ഥന കൂടി ഞാൻ നടത്തുകയാണ്.